ഹായ്, നമസ്കാരം. ദുബായ് ഷുക്കൂക്കാസ് ഫാമിൽ നിന്നും അബ്ദുൽ ഷുക്കൂർ. എല്ലാവർക്കും ഷുക്കൂക്കാസ് ഫാമിലോട്ട് സ്വാഗതം. നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിലാണല്ലോ ഉള്ളത്. ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എല്ലാവരോടും പ്രതിരോധത്തിന് വേണ്ടിയിട്ട് ഖാദ എന്ന ഔഷധപാനീയം ദിവസം 2 നേരം വെച്ച് കുടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന് ഈ ഖാദ എന്ന ഔഷധം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞത് നമ്മുടെ ഈ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആ ഔഷധം നമ്മൾ സ്ഥിരമായിട്ട് കുടിക്കുകയാണെങ്കിൽ പ്രതിരോധ ശക്തി വർദ്ധിക്കുക മാത്രമല്ല, നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന എല്ലാതരം അണുബാധകളെ ചെറുക്കുന്നതിനും ശ്വാസകോശ രോഗങ്ങൾക്കും ദഹനത്തിനും ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന വിഷാംശങ്ങളെ പുറന്തള്ളാനും അലർജിക്കും എല്ലാറ്റിനും വളരെ നല്ലതാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു സാധനം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വരുന്ന വിരുന്നുകാർക്ക് കുടിക്കാൻ കൊടുക്കാനും ഏറ്റവും നല്ലതാണ് ഈ ഔഷധപാനീയം. അതോടൊപ്പം തന്നെ കുട്ടികൾക്കും ഇത് വളരെ നല്ലതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥക്കും അല്ലാതെയും പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കുടിക്കണമെന്ന് പറഞ്ഞ ഖാദ എന്ന ഔഷധം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഷുക്കൂക്കാസ് ഫാമിലോട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ പതിവ് പോലെ അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങളെല്ലാവരും ഷുക്കൂക്കാസ് ഫാം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അതോടൊപ്പം തന്നെ ഷുക്കൂക്കാസ് ഫാം എന്ന ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് എങ്ങനെയാണ് ഖാദ എന്ന ഔഷധപാനീയം ഉണ്ടാക്കുക എന്ന് നോക്കാം. ഇപ്പോൾ ഖാദ എന്ന ഔഷധപാനീയം നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കാര്യമായിട്ട് വേണ്ടത് തുളസിയാണ്. തുളസി തന്നെ പലതരം, കൃഷ്ണതുളസി, രാമതുളസി എല്ലാം ഉണ്ടെങ്കിലും ഔഷധത്തിന് ഏറ്റവും നല്ലത് കൃഷ്ണതുളസിയാണ്. നമ്മുടെ പ്രത്യേകിച്ച് മലയാളികളുടെ എല്ലാ വീടുകളിലും, നാട്ടിൽ പണ്ട് മുതലേ എല്ലാ വീടുകളും വളർത്തുന്ന ഒന്നായിരുന്നു ഈ തുളസിയും അതുപോലെ തന്നെ പനിക്കൂർക്കയെല്ലാം. അപ്പോൾ തുളസി അത്രയും ഔഷധമുള്ളതാണ്. അപ്പോൾ നമുക്ക് കൃഷ്ണതുളസിയുടെ ഇല ആണ് ഒന്ന് വേണ്ട ഐറ്റംസ്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട കൃഷ്ണതുളസിയുടെ ഇല എടുക്കാം. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക, നമുക്ക് ഇതിന് ഖാദ എന്ന ഔഷധപാനീയം ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങളാണ്: കറുവപ്പട്ട, ഏലക്കായ, ചുക്ക്, കുരുമുളക്, ചെറിയുള്ളി, കൃഷ്ണതുളസിയുടെ ഇല, കറുത്ത ഉണക്കമുന്തിരി, ചെറുനാരങ്ങ 1, പിന്നെ നമ്മുടെ കരിപ്പട്ടി അല്ലെങ്കിൽ മായമൊന്നുമില്ലാത്ത ശർക്കര, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ശർക്കരയ്ക്ക് പകരം തേനും ചേർക്കാം, തേൻ നല്ലതാണ്. പക്ഷെ തേൻ ചേർക്കുകയാണെങ്കിൽ ഇത് പാകം ചെയ്തതിന് ശേഷം, തണുത്തതിന് ശേഷമേ തേൻ ചേർക്കാൻ പാടുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് 3 ഗ്ലാസ് വെള്ളമാണ്. ഓക്കെ, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമ്മൾ കറുവപ്പട്ട, ഏലക്കായ, ചുക്ക്, കുരുമുളക് ഇതിനെ നമ്മളൊന്ന് പൊടിച്ചെടുക്കണം, നന്നായിട്ട് പൊടിച്ചെടുക്കുക. നമ്മളിത് പൊടിച്ചു കഴിഞ്ഞു, ഇതുപോലെ നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ശേഷം നമ്മൾ ഈ 3 ഗ്ലാസ് വെള്ളം തിളപ്പിക്കുകയാണെങ്കിൽ ചെറുനാരങ്ങയുടെ നീര് നമ്മളൊരു ഗ്ലാസ്സിലോട്ട് മാറ്റുകയാണ്. ഈ ഒരു ഇതിന് 1 ചെറുനാരങ്ങയാണ് നമ്മൾ എടുക്കുന്നത്. ചെറിയുള്ളിയെ നമ്മൾ ചെറുതായിട്ട് മുറിക്കുന്നു. ശർക്കര നിങ്ങൾ കണ്ടല്ലോ, കരിപ്പട്ടി, ഇതിനകത്ത് കുമ്മായൊന്നും ചേർന്നിട്ടില്ല. ഇത്രേ നമുക്ക് ആവശ്യമുള്ളൂ. അങ്ങനെ വലിയ കട്ട എടുക്കുന്നേ ഉള്ളൂ. ഇത്രേ നമുക്ക് ആവശ്യമുള്ളൂ ഇതിനകത്തോട്ട്, ഈ ഒരു ഔഷധപാനീയത്തിലോട്ട്. അപ്പോൾ ചെറിയുള്ളി നമ്മൾ മുറിച്ച് വെച്ചു, ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് വെച്ചു. ഇനി നമുക്ക് വെള്ളം വെച്ചെടുത്തിലോട്ട് നമ്മൾ പൊടിച്ചെടുത്ത കറുവപ്പട്ട, ഏലക്ക, കുരുമുളക്, ചുക്ക് ചേർക്കാം. വെള്ളം ചെറുതായി ചൂടായി തുടങ്ങി. നമ്മളപ്പോൾ പൊടിച്ച ചുക്ക്, കുരുമുളക്, കറുവപ്പട്ട, ഏലക്ക ഇതിനെ ഈ വെള്ളത്തിലോട്ട് ചേർക്കുന്നു. ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഓക്കെ, നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് നമ്മൾ ബാക്കി ഐറ്റംസ് ചേർക്കുന്നത്. വെള്ളത്തിലോട്ട് ഇട്ടപ്പോഴേക്ക് തന്നെ ഇഞ്ചിയുടെ ഒക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. പക്ഷെ അതിപ്പം നിങ്ങൾക്ക് പറയുന്നത് കേൾക്കാനല്ലേ പറ്റുള്ളൂ. ഇപ്പം നന്നായി തിളച്ചിട്ടുണ്ട്. ഈ തിളച്ചതിന് ശേഷം ഇനി നമ്മൾ ഇതിനകത്തോട്ട് തുളസി ഇലയും മഞ്ഞൾപ്പൊടിയും ചേർക്കുകയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. 3 ഗ്ലാസ് വെള്ളത്തിൻ്റെ അളവാട്ടോ. അതാ ഒരാൾക്ക് ദിവസം 2 നേരം കുടിക്കാനുള്ള അളവാണ് ഇപ്പം നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് 2 ഗ്ലാസ്സാക്കി വറ്റിക്കും. നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ തുളസി ഇലയും മഞ്ഞൾപ്പൊടിയും ചേർക്കുകയാണ്. നമ്മൾ തുളസി ഇല, മഞ്ഞൾപ്പൊടി,
തുളസിയിലയും മഞ്ഞൾപ്പൊടിയും ചേർത്തു. ഇനി ഇതിനകത്ത് ബാക്കിയുള്ളത് ശർക്കരയും കറുത്ത മുന്തിരിയാണ്. അത് നമ്മൾ ഇത് ഒരു 2-3 മിനിറ്റ് ഒന്ന് തുളസിയില ചേർന്നതിന് ശേഷം തിളച്ചിട്ട് നമ്മൾ ശർക്കരയും ഉണക്ക കറുത്ത മുന്തിരിയും ചേർക്കും. ഇനി നമ്മൾ പ്ലേറ്റിൽ അവശേഷിക്കുന്ന ശർക്കരയും ഉണക്ക മുന്തിരി, കറുത്ത ഉണക്ക മുന്തിരിയും ചേർക്കുന്നു. ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞതിൽ ചെറുനാരങ്ങ നീരും ചെറിയുള്ളിയും ബാക്കിയുണ്ടല്ലേ. ഇത് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. 2 ഗ്ലാസ്സായിട്ട് ചെറിയ തീയിൽ വറ്റട്ടെ. ഓക്കെ, അഥവാ മൊത്തം നമ്മൾ 3 ഗ്ലാസ് വെച്ചത് ഇതെല്ലാം കൂടി ഒന്ന് വെന്ത് പാകമാവാൻ വേണ്ടിയിട്ടാണ് 2 ഗ്ലാസ് ആവുന്നത് വരെ ചെറിയ തീയിൽ വറ്റിക്കുക. അപ്പോൾ ഇത് 2 ഗ്ലാസ്സായി വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് 2 ഗ്ലാസ്സായി വറ്റിയതിന് ശേഷം നമ്മൾ അവസാനമായിട്ട് ആ ഒരു ചെറുനാരങ്ങയുടെ നീര് ഇതിനകത്തോട്ട് ചേർക്കുന്നു. ചെറുനാരങ്ങയുടെ ചീര് ചേർത്ത ശേഷം നമ്മൾ ഇത് അടുപ്പിൽ നിന്നും വാങ്ങി വെക്കുകയാണ്, ഇറക്കി വെക്കും. ഓക്കെ, ശ്രദ്ധിക്കുക, ഇതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്നത് ശർക്കരയാണ്. തേനാണ് ചേർക്കുന്നതെങ്കിൽ ഇത്രയും ശർക്കര ചേർക്കാതെ ഇത്രയും ചെയ്ത് ഇതുപോലെ ഇറക്കി വെച്ച് നന്നായി തണുത്തതിന് ശേഷം മാത്രമേ തേൻ ചേർക്കാവൂ. ഇപ്പൊ കാഥ എന്ന ഔഷധം ശരിയായി കഴിഞ്ഞു. ഇതിനകത്തോട്ട് നമ്മൾ ചെറിയുള്ളി കൂടി ഇതിനകത്തൊന്ന് വറവിട്ടിട്ട് ഇതിനകത്ത് ചേർക്കാൻ പോവുകയാണ്. കാഥ എന്ന ഔഷധത്തിന് ഇത് മതി. ചെറിയുള്ളി നമ്മൾ എക്സ്ട്രാ ഒന്ന് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇത് വിറകടുപ്പും മൺകലവും ഒന്നും ഇവിടെ അല്ലാത്തത് കൊണ്ട് നമ്മൾ തൽക്കാലം സ്റ്റീലിലും ഇരുമ്പിന്റെ ചട്ടിയിലെല്ലാമാണ് ചെയ്യുന്നത്. നമ്മൾ വെളിച്ചെണ്ണ, ഇതിനു വേണ്ടി നമുക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ പശുവിൻ നെയ്യോ ഇത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞങ്ങളുടെ നാടൻ ഭാഷയിൽ ഇതിന് തൂമിക്കുക എന്നൊക്കെ പറയും. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, തീ ഓഫാക്കിയിട്ടാണ് അല്പം നമ്മുടെ കാഥ ഔഷധം ഇങ്ങോട്ട് വയ്ക്കാം. ഇനി നമുക്ക് തിരിച്ചങ്ങോട്ടങ്ങ് വയ്ക്കാം. അപ്പം നമ്മുടെ പ്രതിരോധ ശക്തിക്ക് വേണ്ടിയും നേരത്തെ ഞാൻ പറഞ്ഞു എല്ലാ തരത്തിലുള്ള അണുബാധക്കും, ശ്വാസരോഗ രോഗങ്ങൾക്ക്, അലർജിക്ക്, ദഹനത്തിന്, ഇതിനെല്ലാറ്റിനും വളരെ നല്ലതാണ് ഈ കാഥ എന്ന ഔഷധ പാനീയം. നമ്മളത് റെഡിയാക്കി കഴിഞ്ഞു. നമ്മൾ ഈ 3 ഗ്ലാസ് വെച്ചത് ഇപ്പോൾ ഇതാ കംപ്ലീറ്റ് കറക്റ്റായിട്ട് 2 ഗ്ലാസ്സായിട്ട് വന്നു. 2 ഗ്ലാസ്സാണ്. ഇതാണ് നമ്മളോട് പ്രതിരോധത്തിന് വേണ്ടിയിട്ട് ദിവസം 2 നേരം കുടിക്കേണ്ടത്. രാവിലെയും വൈകിട്ടും 2 നേരമാണ് ഇത് കുടിക്കേണ്ടത്. നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അതിന് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നല്ലൊരു ഔഷധ പാനീയമാണ്. വരുന്ന വിരുന്നുകാർക്കും ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. വലിയവർക്കും കുട്ടികൾക്കും എല്ലാം പ്രതിരോധത്തിനപ്പുറമുള്ള എല്ലാ ഗുണങ്ങളും അടങ്ങിയതാണ്. അപ്പം നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാക്കണം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ചെറു ചൂടിലാണ് നമ്മളിത് കുടിക്കേണ്ടത്. ഇതിന് നല്ല ചൂടുണ്ട്. ചൂട് തന്നെയോളം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട. സൂപ്പർ, ഒരു പുളിയും മധുരവും എല്ലാം കൂടി അടങ്ങിയതാണ്. പുളി നമ്മുടെ ഉണക്കമുന്തിരി എല്ലാം ചേർത്തിട്ടുണ്ടല്ലോ, നല്ല സാധനമാണ്. എല്ലാവരും വീട്ടിലുണ്ടാക്കുക, പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുക. യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്തതാണ്. സ്ഥിരമായിട്ട് കുടിക്കാവുന്നതാണ്. രാവിലെയും വൈകിട്ടും 2 നേരം കുടിക്കാവുന്നതാണ്. കുട്ടികൾക്കെല്ലാം കൊടുക്കുന്നതെങ്കിൽ അളവ് ഇത്ര ആവശ്യം ഉണ്ടാവില്ല, കുറച്ച് കുറക്കാൻ കഴിയും. അപ്പോൾ നിങ്ങളെല്ലാവരും, ബഹുമാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞതാണ് ഈ ഒരു ആയുർവേദ ഔഷധ പാനീയത്തെക്കുറിച്ച്, ഇതിൻ്റെ പ്രതിരോധ ശക്തിയെക്കുറിച്ചും. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങളെല്ലാവരും ഷുക്കൂക്കാസ് ഫാം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക, ഷുക്കൂക്കാസ് ഫാം എന്ന ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള മറ്റ് വീഡിയോകളുമായിട്ട് തുടർന്നും വരാം. അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.